റൈസ് സാലഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ മട്ടൺ പെപ്പർ ബിരിയാണി ആയല്ലോ. വളരെ ടേസ്റ്റിയാണ്, അതേപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഐറ്റം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 700 ഗ്രാം മട്ടൺ എടുത്തിട്ടുണ്ട്. മട്ടൺ അത്യാവശ്യം വലിയ പീസായി കട്ട് ചെയ്ത് ബോണോടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലില്ലാത്ത പീസ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. 5 ടേബിൾ സ്പൂൺ നെയ്യ്, റൈസിനും അതേപോലെ തന്നെ അവസാനം ഗാർണിഷ് ചെയ്യാനും മസാലയ്ക്കും വേണ്ടിയിട്ട് എല്ലാത്തിനും കൂടി ഉള്ളതാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, മീഡിയം വലിപ്പമുള്ള 2 സവാള, 1 ടീസ്പൂൺ ജിഞ്ചർ, 1 ടീസ്പൂൺ ഗാർലിക്, 3 പച്ചമുളക്, മീഡിയം വലിപ്പമുള്ള ഒരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, ജീരകശാല റൈസ് 2 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്, 2 ബേ ലീവ്സ്, 1 ഇഞ്ച് വലുപ്പമുള്ള പട്ട, 1 സ്റ്റാർ അനീസ്, 3 കാർഡമം, 3 ഗ്രാമ്പൂ, 2.5 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് റൈസിനും മസാലയ്ക്കും വേണ്ടിയിട്ടുള്ളത്, 1/2 കപ്പോളം സവാള വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തത് ഗാർണിഷ് ചെയ്യാനായിട്ട്. അതേപോലെ ഗാർണിഷ് ചെയ്യാനായിട്ട് പെപ്പർ എടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്ത പെപ്പറാണ് 1/2 ടീസ്പൂൺ. 1 ഹാൻഡ്ഫുള്ളോളം മല്ലിയിലയും മിൻറ്റ് ലീവ്സും എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട സാധനമെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് മട്ടൺ, എടുത്തു വച്ചിരിക്കുന്ന സവാളയുടെ പകുതി, 1.5 ടീസ്പൂൺ സോൾട്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ ഫ്ലെയിമും അതിനുശേഷം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് 4-5 വിസിലൂടി വരുന്നത് വരെ കുക്ക് ചെയ്യണം. നല്ല ടെൻഡറായിട്ട് കിട്ടണം മീറ്റ്. ആ ഒരു പരുവത്തിൽ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വന്ന ശേഷം അതിലേക്ക് സവാള ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള നന്നായി ചൂടായ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് 10 മിനിറ്റോളം നന്നായിട്ട് സവാള വെന്ത് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. സവാള നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. സവാള നന്നായി സോഫ്റ്റായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറിയ ശേഷം അതിലേക്ക് കുരുമുളക് ഒഴിച്ച് ബാക്കി എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 30 സെക്കൻഡ് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നല്ല സോഫ്റ്റായിട്ട് ഇതിൻ്റെ കൂടെ ബ്ലെൻഡായിട്ട് വരണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യുക. തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുക്ക് ചെയ്ത് മാറ്റി വെച്ച് മട്ടൺ അതിൻ്റെ കൂട്ടത്തിലുള്ള സ്റ്റോക്ക് കൂടെ ചേർത്ത് കൊടുക്കുക. സ്റ്റോക്ക് ഒരുപാടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്. ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം മതി നമുക്ക്. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ വെക്കുക. ഇനി ഈ ചേർത്ത മസാലയും അതേപോലെ തന്നെ മട്ടനും കൂട്ടത്തിൽ സ്റ്റോക്കും വറ്റി ഇത് നല്ല തിക്കായിട്ട് വരണം. ഇതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് ഒതുങ്ങി തുടങ്ങുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത പെപ്പറും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം. അതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് നല്ല തിക്കായിട്ടുള്ള റോസ്റ്റ് പരുവത്തിലേക്ക് കിട്ടണം. ഒരുപാട് വെള്ളം ഉണ്ടാകാൻ പാടില്ല, അതേസമയം ഭയങ്കര ഡ്രൈ ആയി പോകാൻ പാടില്ല. അങ്ങനത്തെ ഒരു പരുവത്തിൽ കിട്ടണം. ഇപ്പോൾ ഈ മസാല നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. റൈസ് കുക്ക് ചെയ്യാനായിട്ട് വലിയൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായ ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ അനീസ്, ബേ ലീവ്സ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് കഴുകി ഊറ്റി വെച്ച് അരി ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുത്ത് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ 2 കപ്പ് അരിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം 4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ
3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കുക. ഇനി ഇത് തിളച്ച ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് അടച്ച് വെച്ച് റൈസ് നന്നായി കുക്കായി വെള്ളം വറ്റുന്നതുവരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ലെയർ ചെയ്യാനായിട്ട് ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. പാൻ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുക. നെയ്യൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത ശേഷം ഇതിലേക്ക് ആദ്യത്തെ ലെയറായിട്ട് വളരെ ചെറിയൊരു തിൻ ലെയർ നമ്മുടെ റൈസ് കുക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് മട്ടൺ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. നല്ല സ്പ്രെഡ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് പകുതി സവാള ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ പകുതിയോളം മല്ലിയിലയും അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സും. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസ് മുഴുവൻ ഇട്ട് കൊടുക്കാം. റൈസിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ കട്ടയെല്ലാം ഒന്ന് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. മുകളിൽ ബാക്കി വെച്ചിട്ടുള്ള ഇലകൾ മല്ലിയിലയും അതുപോലെ തന്നെ മിൻറ്റ് ലീവ്സും അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അങ്ങനെ തന്നെ അടച്ചു വയ്ക്കുക. ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിൽ മാത്രം വയ്ക്കുക. ഏറ്റവും തീ കുറച്ച് എത്ര വയ്ക്കാൻ കഴിയുമോ അത്ര വെച്ചിട്ട് ഇനി 10 മിനിറ്റോളം ഈ ലോ ഫ്ലെയിമിൽ ഇരുന്നത് നന്നായിട്ട് കുക്കാവണം. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ബിരിയാണി നന്നായിട്ട് ആ ദമ്മെല്ലാം നന്നായിട്ട് വന്ന് ബിരിയാണിയുടെ ഫ്ലേവറെല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ആവണമെങ്കിൽ ഇതേപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട വേണം. ഇനി 10 മിനിറ്റ് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഡിഷ് സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കാം. ഒരു ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ പെപ്പർ മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും അയച്ചു കൊടുക്കുക. ഇതുപോലെ മറ്റൊരു വീഡിയോയും മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.